Hellcat. Hello all, welcome to English with LCS. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ മുഴുവനായും കംപ്ലീറ്റ്ലി ഐ ആം ഡെഡിക്കേറ്റിംഗ് ദിസ് വീഡിയോ ടു ഹൗസ് വൈഫ്സ് അല്ലെങ്കിൽ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതായത് പലപ്പോഴും ഈ ഒരു ലോക്ക്ഡൗൺ സമയമൊക്കെ ആയ സമയത്ത് നമ്മുടെ വീട്ടമ്മമാർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ പരീക്ഷണങ്ങളിലാണ്, അതായത് പാചക പരീക്ഷണങ്ങളിലാണ്. അത് യൂട്യൂബ് നോക്കിയിട്ടും അല്ലെങ്കിൽ മറ്റ് മാഗസീൻസ് ഒക്കെ നോക്കിയിട്ടും പുതിയ പുതിയ ഡിഷസ് വരുമ്പോൾ നമ്മളത് എപ്പോഴും പാചകം ചെയ്ത് നോക്കാറുണ്ട്. ഇപ്പം നമുക്ക് കൂടുതൽ സമയമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി കൂടുതലായിട്ട് ഈ ഒരു പരീക്ഷണങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ നമുക്ക് ചിലപ്പം നമ്മുടെ വീടുകളിൽ ഇല്ലാത്ത സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റുകളിലോ അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള മോളുകളിലോ ഒക്കെ പോയി നമുക്ക് വാങ്ങേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കവറുകളിൽ ഇംഗ്ലീഷിലായിരിക്കും ഇതെന്താണ് സാധനം എന്ന് എഴുതിയിട്ടുണ്ടാവുക. നമുക്ക് മലയാളത്തിൽ ചിലപ്പം അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ വീട്ടമ്മമാരൊക്കെയും കൺഫ്യൂഷൻ ആയിരിക്കും, ഇതെന്താണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതേത് സാധനമാണ് എന്ന് മനസ്സിലാവാത്ത സിറ്റുവേഷൻസ് ചിലപ്പോൾ ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയും കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അടുക്കളയിൽ നമ്മൾ സ്ഥിരമായിട്ട് പരിചയപ്പെടുന്ന, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളുടെ ഇംഗ്ലീഷ് പേരെന്താണ്, അല്ലെങ്കിൽ ഈ സാധനങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് പറയുക എന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പം ആദ്യത്തെ സ്പൈസസ് എന്നാണ് നമ്മൾ അതിനെ പറയുക അല്ലേ. അടുക്കളയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നിത്യോപയോഗമായിട്ടുള്ള മസാലകളും കൂട്ടുകളും കുറച്ച് കാര്യങ്ങളൊക്കെ, എരിവിനും പുളിക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുടെ ഇംഗ്ലീഷാണ്. അപ്പോൾ ആദ്യം നമുക്ക് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രാമ്പൂ എന്നതിന് ഇംഗ്ലീഷിൽ എന്താണ് നമ്മൾ പറയുക എന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ ഗ്രാമ്പൂ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന, ബിരിയാണിക്കൊക്കെ നല്ല മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഗ്രാമ്പൂ. അപ്പോൾ അതിന് നമ്മൾ ഇംഗ്ലീഷ് പറയുക ക്ലോവ് എന്നാണ്. ഇംഗ്ലീഷിൽ ഗ്രാമ്പൂവിന് നമ്മൾ പറയുക ക്ലോവ് എന്നാണ്, ക്ലോവ്. ഇനി അടുത്തത് ജാതിക്ക. ജാതിക്കയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക നട്ട് മെഗ് എന്നാണ്. നട്ട് മെഗ് എന്നാണ് നമ്മൾ ജാതിക്കയ്ക്ക് ഇംഗ്ലീഷിൽ പറയുക. കുരുമുളക് അല്ലെ, എരിവിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കുരുമുളകിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക ബ്ലാക്ക് പെപ്പർ ആണ് കുരുമുളക്. ദെൻ ഏലക്കായി നമുക്ക് എപ്പോഴും നമ്മൾ അടുക്കളയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഏലക്ക. ഏലക്കയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക കാഡമം. ഓക്കെ, കാഡമമാണ് ഏലക്ക. അടുത്തത് ജാതിപ്പൂ. ജാതിക്കയുടെ ജാതിപ്പൂവിന് നമ്മൾ പറയുക മെയ്സ് എന്നാണ്. മെയ്സ് ആണ് ജാതിപ്പൂ. ജീരകം. ഓക്കെ, ജീരകത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക ക്യൂമിൻ സീഡ്സ് എന്നാണ്. ക്യൂമിൻ സീഡ്സ്, ജീരകം, ക്യൂമിൻ സീഡ്സ്. അടുത്തത് കറുവപ്പട്ട. നമ്മൾ ബിരിയാണിക്കൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്പൈസാണ് കറുവപ്പട്ട. കറുവപ്പട്ടയ്ക്ക് നമ്മൾ പറയുക സിനമൺ. ഇനി അടുത്തത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകത്തിന് നമ്മൾ പറയുക ഫെനൽ സീഡ്സ്. കടുകിന് നമ്മൾ പറയുക മസ്റ്റേർഡ്. കസ്കസ്, നമ്മൾ ജ്യൂസിലും അതേപോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ നമ്മൾ ഇടുന്ന കസ്കസിന് നമ്മൾ പറയുന്നത് പോപ്പി സീഡ്സ് എന്നാണ് കസ്കസിന് പറയുക. കുങ്കുമപ്പൂ സാഫ്രൺ. മഞ്ഞൾ ടെർമറിക്. അത് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം, മഞ്ഞൾ, ടെർമറിക്. ശർക്കര, ചില സ്ഥലങ്ങളിൽ ബെല്ലം എന്നൊക്കെ പറയും. ശർക്കരയ്ക്ക് നമ്മൾ പറയുക ജാഗരി. ഓക്കെ, ജാഗറിയാണ് ശർക്കര. ഉലുവയ്ക്ക് എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ഫെനുഗ്രീക്ക് ആണ് ഉലുവ, ഫെനുഗ്രീക്ക്. അടുത്തത് പുതിയനയിലയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയും മിന്റ് ലീഫ്, പുതിന. അടുത്തത് ചുക്കിന് നമ്മൾ പറയുന്നത് ഡ്രൈ ജിഞ്ചർ എന്നാണ്. ചുക്കിന് നമ്മൾ പറയുക ഡ്രൈ ജിഞ്ചർ.
ഡ്രൈ ജിഞ്ചർ ആണ് ചുക്ക്. ഇനി കസ്കസിന്റെ തന്നെ മറ്റൊരു പേര് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൽ സീഡ്സ് ആണ്. കസ്കസിനെ മറ്റൊരു പേരിൽ നമുക്ക് പറയുന്നത് ബേസിൽ സീഡ്സ്. ഇനി അടുത്തത് പുളിയാണ്. പുളിക്ക് നമുക്കറിയാം ടെർമറിക് ആണ്. പുളി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എന്താണ് പുളിക്ക് പറയുക? ടേമറിൻഡ് ആണ് അല്ലെ? ടേമറിൻഡ് ആണ് പുളി. ഇനി അടുത്തത് എള്ള്. കറുത്ത കളറിൽ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള എള്ളിന് നമ്മൾ പറയാ സെസ്യൂമേ സീഡ് ആണ് എള്ള്. അടുത്തത് മല്ലിക്ക് നമ്മൾ പറയാ കൊറിയാൻഡർ. ഓക്കെ, മല്ലിക്ക് നമ്മൾ പറയാ കൊറിയാൻഡർ എന്നാണ് മല്ലി. അടുത്തത് കായമാണ്. ഓക്കെ, കായത്തിന് നമ്മൾ പറയാ അസഫെറ്റിഡ. കായം അസഫെറ്റിഡ. അടുത്തത് കരിഞ്ജീരകം. കരിഞ്ജീരകത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ ബ്ലാക്ക് ക്യൂമിൻ എന്നതാണ് കരിഞ്ജീരകം. ഇനി കറുവപ്പട്ടയുടെ ഇലയ്ക്ക് നമ്മൾ പറയാ വെള്ളം ചൂടാക്കാനും ബിരിയാണിക്കും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതിന് നമ്മൾ പറയാ ബേ ലീവ്സ് എന്നാണ്. അടുത്തത് കാന്താരി നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ചുറ്റുവട്ടത്തൊക്കെ കാണുന്നതാണ്, പറമ്പിലൊക്കെ. കാന്താരിക്ക് നമ്മൾ പറയാ പെപ്പറോണി. പെപ്പറോണി എന്നാണ് നമ്മൾ കാന്താരിക്ക് പറയുന്നത്. അടുത്തത് കടുകാണ്. കടുകിന് നമ്മൾ പറയുക എന്താണ്? മസ്റ്റേർഡ്. അതൊരുവിധം എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? കടുകിന് നമ്മൾ പറയുക മസ്റ്റേർഡ് എന്നാണ്. അടുത്തത് ചുവന്ന മുളകിന് നമ്മൾ പറയും റെഡ് ചില്ലി. ഇനി ചുവന്ന മുളക് നമ്മൾ ഉണക്കിയിട്ട് നമ്മൾ എന്താ പറയുക? വറ്റൽ മുളക് എന്ന് നമ്മൾ പറയും. വറ്റൽ മുളകിന് നമ്മൾ പറയുക ഡ്രൈഡ് ചില്ലിയാണ്. ഉണക്കിയ വറ്റൽ മുളകിന് നമ്മൾ പറയും ഡ്രൈഡ് ചില്ലി. ഇനി അടുത്തത് തക്കോലമാണ്. നമ്മൾ സ്റ്റാർ പോലെ നക്ഷത്രമൊക്കെ പോലെയുള്ള തക്കോലത്തിന് നമ്മൾ പറയാ സ്റ്റാർ അനീസ് ആണ് തക്കോലം. ഇനി അടുത്തത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയ്ക്ക് നമ്മൾ എന്താ പറയാ? കറി ലീവ്സ് അല്ലെ? കറി ലീവ്സ് ആണ് കറിവേപ്പില. ഇനി ലാസ്റ്റ് ഇഞ്ചിക്ക് നമ്മൾ എന്ത് പറയും? ജിഞ്ചർ എന്ന് പറയും അല്ലെ? ജിഞ്ചർ. അതേപോലെ വെളുത്തുള്ളിക്ക് എന്താ നമ്മൾ പറയാ? ഗാർലിക് അല്ലെ? ഗാർലിക് എന്നാണ് നമ്മൾ വെളുത്തുള്ളിക്ക് പറയാം. അപ്പൊ ഇത്രയും സ്പൈസസ് ആണ് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഇൻട്രൊഡ്യൂസ് ടു യു സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. അതായത് നിങ്ങൾ ഇനി കടയിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ, ഇനിയിപ്പോൾ നിങ്ങൾ അബ്രോഡൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. ഇഫ് യു നോ ദ ഇംഗ്ലീഷ് വേർഡ്സ്, ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഇനി ഷോപ്പിംഗ് വളരെ എളുപ്പമായിരിക്കും. ഹോപ്പ് ദിസ് വീഡിയോ ഈസ് ഹെൽപ്ഫുൾ ഫോർ യു ആൻഡ് കീപ് വാച്ചിങ് മൈ വീഡിയോ. ആൻഡ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, ഡു ലൈക്ക്, comment and subscribe. Thank you.